കടലുണ്ടി ദുരന്തം മുതൽ പെട്ടിമുടി ദുരന്തം വരെയുള്ള ദുരന്തങ്ങൾ നേരിട്ട് റിപ്പോർട്ട് ചെയ്ത ഒരു മാധ്യമപ്രവർത്തകനാണ് ഞാൻ. ഇന്ന് രാവിലെ വരുമ്പോൾ ഇന്ന് വെള്ളിയാർമല സ്കൂളിലെ പ്രഥമ അധ്യാപകൻ ഉണ്ണികൃഷ്ണൻ മാഷിൻ്റെ രോദനത്തിലൂടെയാണ് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട എൻ്റെ റിപ്പോർട്ടിങ് തുടങ്ങുന്നത്. വാസ്തവത്തിൽ അത് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം അധ്യാപകൻ പറഞ്ഞൊരു വാക്ക് എത്ര ടച്ചിങ് ആയിരുന്നു. അതായത് പഠിപ്പിച്ച കുട്ടിയുടെ ബോഡി തിരിച്ചറിയാനായിട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത സംഭവമാണ്. ഞാനിനി അങ്ങോട്ടില്ല എന്നാണ് അധ്യാപകൻ പറയുന്നത്. അതോടൊപ്പമുള്ള മറ്റ് രണ്ട് അധ്യാപകരും. അതോടൊപ്പം ഇങ്ങനെ അതിജീവനം എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരു സാഹിത്യപരമായി പറയാം. പക്ഷേ അതിജീവനം എങ്ങനെ എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. അതുപോലെ കോഴിക്കോട് ഒരു കോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തിൻ്റെ വീട്ടിൽ താമസിക്കുന്നു. കൂടെയുള്ള 6 പേരും സുഹൃത്തും പോയി, ഇവൻ മാത്രമേ രക്ഷപ്പെടുന്നു. പിന്നെ ഏറ്റവും ഭയങ്കര ടച്ചിങ് ആയൊരു സംഭവം, അമ്മയുടെ കൈ പിടിച്ച് പോയൊരു 10 വയസ്സുകാരി രക്ഷപ്പെടാൻ പോവുകയാണ്. അമ്മ വലിച്ചുകൊണ്ട് പോകുന്നു കുന്നിൻ പുറത്തേക്ക്. മഹന എന്ന് പറഞ്ഞ പെൺകുട്ടി, അമ്മ ജംഷീറിയുടെ കൈ പിടിച്ച് പോകുന്നു. രക്ഷപ്പെടാനായിട്ട് പോകുമ്പോൾ കൂട്ടുകാരി അഹന്യയുടെ രക്ഷപ്പെടുത്താനായിട്ട് അവൾ കൈ വെട്ടിച്ചോടി അവിടെ ചെന്നിട്ട് അവളെ രക്ഷപ്പെടുത്താൻ നോക്കുമ്പോൾ വെള്ളം അവളെ തെറിപ്പിച്ചു പോകുന്നു. അപ്പോൾ അമ്മ വിചാരിച്ചു മോള് പോയി. അമ്മയ്ക്ക് പരിക്കേറ്റ അമ്മ ആശുപത്രി ചെല്ലുമ്പോൾ പരിക്കേറ്റ മോളെയും കൊണ്ട് ആൾക്കാർ വരികയാണ്. അങ്ങനെ പോയി എന്ന് കരുതുന്ന മകളെ കിട്ടുന്നു. പക്ഷെ ആ സുഹൃത്ത് പോയി എന്ന് പറയുമ്പോൾ ഉള്ളൊരു ട്രോമ അത് എത്രമാത്രമാണ്. നമ്മൾ പെട്ടിവെളിയിലൊക്കെ കാണുന്നതിലും ഒക്കെ അപ്പുറമാണ്. കാരണം തിരിച്ചുവരവെന്ന് പറയുന്നത് പറയാൻ എളുപ്പമാണ്, അതിജീവനം എന്ന് പറയുന്നത് എളുപ്പമാണ്. പക്ഷേ എങ്ങോട്ട് എങ്ങനെ എന്നുള്ള ഒരു പ്രശ്നം നമുക്കൊരു ഉത്തരം കണ്ടെത്താൻ കഴിയില്ല. അതിന് ഭയങ്കരമായൊരു എഫർട്ട് എല്ലാവരുടെയും ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടി വരും. ഒന്ന് സ്കൂള് തന്നെ പോയി അധ്യാപകൻ തന്നെ പറയും. നമുക്ക് ശരിക്കും അധ്യാപകൻ പറയുന്ന കേൾക്കുമ്പം ഈ സ്ഥലത്ത് നേരത്തെ ഒന്നും പോകാൻ പറ്റിയില്ലോ എന്നുള്ള ഒരു വിഷമം നമ്മളെ വേട്ടയാടുന്നുണ്ട്. കാരണം അത്ര ബോണ്ടിങ്, അതായത് എസ്റ്റേറ്റിലുള്ള ലയത്തിലുള്ള ആൾക്കാരുടെ മക്കളെ വരെ അവിടെ ഒരു സേഫ് സോണായി കൊണ്ടുവെക്കും. ശരിയാണ്. ഇന്ന് ഉണ്ണിമാഷ് പറയുന്ന കാര്യങ്ങൾ, അതായത് ഞങ്ങൾക്ക് അഭിമാനമായിരുന്നു, ഞങ്ങൾക്കൊരർത്ഥത്തിൽ ഞങ്ങൾക്ക് വലിയ അഭിമാനമായിരുന്നു ആ സ്കൂളിന്റെ ഭാഗമാകുക എന്നുള്ള. അത്രയ്ക്ക് മനോഹരമായ സാഹചര്യങ്ങൾ, നല്ല കുഞ്ഞുങ്ങൾ, അവരെഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളം ഒരു വലിയ നൊമ്പരം പോലെ ഏറ്റെടുക്കുകയാണ്. ഒരു ഗാനം അല്ലെ, ഇപ്പോൾ ഇനി ആ സ്കൂളിനെ പറ്റി അവിടുത്തെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് തയ്യാറാക്കിയ ഒരു ഗാനമൊക്കെ നമ്മൾ കേൾക്കുകയാണ്. ഇനി അതെല്ലാം മുറിവാണ്. ശരിയാണ്. എങ്ങോട്ട് എങ്ങനെയെന്ന 2 ചോദ്യങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളെങ്കിൽ നമ്മൾ അതിന് മറുപടി കണ്ടെത്തേണ്ടതുണ്ട്. ബിജു, ഇതിൽ ഒരു പ്രധാനപ്പെട്ട വസ്തുത, ഇപ്പം ഞാൻ ഇപ്പം മധുരോട് പറഞ്ഞ ഈ അഹനയുടെ കുട്ടി, ആ കുട്ടി അമ്മയായിട്ട് ഇനി എങ്ങോട്ട് പോകും? വീടില്ല. വീടുള്ള സ്ഥലത്ത് പോലും ഇനി വീട് വെക്കാൻ പറ്റില്ല. പലയിടത്തും ഈ നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ ഉരുളുപൊട്ടിയ സ്ഥലങ്ങളിൽ പിന്നെ അത് റീകൺവേർട്ട് ചെയ്യുക എന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള കാര്യമില്ല. കൃഷി ചെയ്യാൻ പറ്റില്ല, മണ്ണില്ല, പാറ മാത്രമാണുള്ളത്. അപ്പോൾ ഇവരെ എങ്ങനെ പുനരധിവസിപ്പിക്കണം? അതിന് ഭയങ്കരമായൊരു ഒരുപക്ഷെ ഗുജറാത്ത് ഭൂമികുലുക്കം പോലെയൊക്കെ കണ്ടതുപോലെ ഇവരെ പുനരധിവസിപ്പിക്കാനായിട്ട് ഒന്നും ഉപജീവന മാർഗ്ഗമില്ല. എന്ത് ചെയ്ത് ജീവിക്കും? എങ്ങോട്ടേക്ക് പോകും? ആശുപത്രിയിൽ നിന്ന് നാളെയോ മറ്റന്നാളോ ഡിസ്ചാർജ് ആവും പലരും, പക്ഷേ എങ്ങോട്ട് പോകും? അതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ അതിനൊരു വലിയ മിഷൻ ഇതിനകത്ത് ഉണ്ടാകേണ്ടതുണ്ട്. കാരണം ഒന്ന് മാനസികമായിട്ട ആഘാതം, ഒന്ന് മൃതദേഹം പോലും കിട്ടുന്നില്ല. ചെറിയ കുട്ടികൾക്കുണ്ടായ പ്രശ്നങ്ങൾ അങ്ങനെ. ബാക്കിയുള്ളവരെ ബോഡി കിട്ടാത്ത ഒരു പ്രശ്നം. ഇന്ന് ഞാൻ കണ്ട ഒഡീഷയിൽ നിന്ന് വന്നൊരു ഡോക്ടർ ദമ്പതികൾ, അവർ 2 പേരായിട്ട് ഇവിടെ ടൂറിന് വന്നതാണ് റിസോർട്ടിൽ. അപ്പോൾ അവരെ കൊണ്ടുവന്ന് ആശുപത്രിയിലാക്കി. ഹസ്ബൻഡ് മരിച്ചുപോയി. ഹസ്ബൻഡിൻ്റെ ബോഡി തിരിച്ചറിയായിട്ട് ഇവരെ കൊണ്ടുപോകാൻ പറ്റില്ല, ഇവർ പരിക്കാണ്. അപ്പോൾ ഫോട്ടോ കാണിച്ചപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ പറഞ്ഞു അവരാന്ന്. പക്ഷേ ഇവർ പറയുന്നത് എൻ്റെ ഹസ്ബൻഡ് അല്ല എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഇതിനകത്ത് കിടക്കുകയാണ്. അപ്പോൾ അവർ താമസിച്ച റിസോർട്ട് തന്നെ ഇല്ല. ബാക്കി ഇവരുടെ കൂടെ വന്ന ഡോക്ടർ കപ്പിളിൽ ഒരാളെ കാണാനില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങളാണ് ഇതിനകത്തുള്ളത്. അപ്പം നമുക്കിതിനെ ചെറിയ രീതിയിൽ കാണാൻ പറ്റില്ല. ഒരുപക്ഷെ കേരളം മൊത്തത്തിലൊരു, അതുപോലെ തന്നെ രാജ്യം മൊത്തത്തിൽ ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഇവരുടെ ഒരു അതിജീവനമെന്ന്, ഇവർ ഒരുപക്ഷെ ജീവൻ കിട്ടിയിട്ടുണ്ടാകാം, പക്ഷേ അവരെ പഴയ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുക എന്നുള്ളത് അത്ര ചെറിയ കാര്യമല്ല. അതൊരു വലിയ മിഷനാണ്. കാരണം ഞാൻ പറയുന്ന പോലെ ഈ കുട്ടിയും അമ്മയും എങ്ങോട്ട് പോകുന്നു? വീടില്ല. ആ കുട്ടിക്ക് ആ സ്ഥലത്ത് ചെല്ലുമ്പോഴൊരു ട്രോമ എന്തായിരിക്കും? അതായത് സുഹൃത്തിനെ രക്ഷപ്പെടുത്താനായിട്ട് കൈപിടിച്ച് തൻ്റെ ജീവൻ പോലും പോട്ടെ എന്ന് കരുതി ചാടിയ കുട്ടിയാണ്. അപ്പോൾ അവരെങ്ങോട്ട് പോകുന്നു? അങ്ങനെ പലതാണ്. സ്കൂളിൽ എങ്ങനെ ചെയ്യുന്നു? 500 പിള്ളേർ പഠിക്കുന്നു. ദിവസവും ദുരന്തം ഉണ്ടാകുന്നൊരു 402 പേരുടെ അറ്റൻഡൻസാണ് അവിടെയുള്ളത്. അവരെ എന്ത് ചെയ്യുന്നു? അപ്പോൾ ഇതൊക്കെ ഒരു ചോദ്യചിഹ്നമാണ്. ഇതിനൊക്കെ ഒരു വലിയ ഉത്തരം കണ്ടെത്താൻ വലിയൊരു മിഷൻ നമുക്ക് വേണ്ടി വരും. കാരണം വളരെ എളുപ്പമാണ് നമുക്ക് ജീവിച്ച്
രക്ഷപ്പെട്ടു വന്നവർ എങ്ങോട്ട് പോകുന്നു, എന്ത് ചെയ്യുന്നു, അവരുടെ തൊഴിൽ, അതുപോലെ തന്നെ അവരുടെ മാനസികമായ പ്രശ്നങ്ങളൊക്കെ, ഇതൊക്കെ ഒരു പക്ഷേ ആദ്യമായിട്ട് നമുക്കിത് മുന്നിൽ വരുമ്പോൾ ഉള്ളൊരു പ്രശ്നമാണ്. ഇതിൽ രക്ഷപ്പെട്ട ശ്രീഹരി എന്നോട് പറഞ്ഞാണ്, അവൻ കൂട്ടുകാരുടെ കൂടെ വന്നതാണ്. കൂട്ടുകാരുടെ കൂടെ വന്നിട്ട് കൂട്ടുകാരനും പോയി, ബാക്കിയുള്ള കുടുംബത്തിലെ 6 പേരും പോയി. ഒരു തേയില ഫാക്ടറിയുടെ മേളിൽ ഇവൻ ഇഴഞ്ഞു ചെന്നിട്ട് അതിൻ്റെ മേളിൽ അതിൻ്റെ ഓട ഇളക്കിയിട്ട് അതിൻ്റെ മേളിൽ കയറിയെന്ന് വിളിച്ചു പറഞ്ഞാണ് ആൾക്കാർ വരുന്നത്. അപ്പം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇത് എന്ത് ചെയ്യണമെന്ന് ഒരു വലിയ മിഷൻ ഇതിനു വേണ്ടി വരേണ്ടി വരും. കാരണം പല ദുരന്തങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് നമുക്കറിയാം. ഇപ്പം പെട്ടിമുടിയൊക്കെ ആണെങ്കിലും അതുപോലെ മറ്റു പല സ്ഥലങ്ങളിലും സംഭവിച്ചിരിക്കുന്ന ഉരുൾപൊട്ടൽ വലിയ സംഭവം നടന്നിരിക്കുന്നിടത്തൊരു ആ ഭൂമി അതേപോലെ അവരെ വാസയോഗ്യമാക്കാനായിട്ട് അത് നടക്കുന്ന കാര്യമില്ല. കാരണം കേരളത്തിൽ നടന്നിരിക്കുന്ന പല ഇപ്പം പന്നിയാർകുട്ടി അല്ലെങ്കിൽ ഉപ്പുതോട്, കഴിഞ്ഞ പ്രളയത്തിന് സമാനമായ സംഭവങ്ങളുണ്ടായി. ഇത്രയും ആൾസംഖ്യ ഉണ്ടായില്ലെങ്കിലും ഇത് വന്നിരിക്കുന്ന പാതകളിൽ ഇത് തകർത്തുപോയ പ്രകൃതി തന്നെ തകർത്തു പോയിരിക്കുന്നിടത്തൊരു റീകൺവേർഷൻ അത് എങ്ങനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. ഒന്നും എളുപ്പമല്ല, ഒന്നും എളുപ്പമാണ് എന്ന് നമ്മൾ വിചാരിക്കേണ്ടതുമല്ല. പക്ഷേ എത്ര അസാധ്യമാണെങ്കിലും എത്ര വലിയ പ്രയത്നമുണ്ടെങ്കിലും അത് പൂർത്തിയാക്കേണ്ടതുണ്ട് എന്നുള്ളത് നമ്മളൊരു സമൂഹം എന്ന നിലയ്ക്ക് നമ്മുടെ ആവശ്യമാണ്. നമ്മളത് പൂർത്തീകരിക്കും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം, അല്ലേ? അങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ ആ ഒരു കാഴ്ചപ്പാടോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാനും കഴിയുള്ളൂ. ശരിയാണ് ബിജു ചോദിച്ചത്. ആ അമ്മ ആ കുഞ്ഞിന്റെ കൈയും പിടിച്ച് എങ്ങോട്ട് പോകും എന്നൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. എത്ര ദിവസം അവരെ എല്ലാവരും കരുതും എന്നുള്ളതൊരു ചോദ്യമുണ്ട്. അങ്ങനെയല്ല, അതിനൊരു മറുപടി ഉണ്ടാകുന്നത് വരെ നമ്മൾ ഒരുമിച്ചുണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനുഷ്യൻ എന്ന നിലയ്ക്ക് ഉറച്ചു വിശ്വസിക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്.